നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പൂപ്പാറ ചെമ്പാലയിൽ വീട്ടിൽ നിന്നും ഹാഷിഷ് ഓയിലും MDMA-യും കണ്ടെടുത്തു. ഹാഷിഷ് ഓയിൽ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിലും MDA വീടിനുള്ളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഹാഷിഷ് ഓയിൽ സൂക്ഷിച്ചിരുന്നത് 10 മില്ലി വീതം കൊള്ളുന്ന 16 കുപ്പികളിലായി. വനസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം വനം വകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഭൂമി ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി സ്വീകരിക്കൽ 14-ന് കാഞ്ചിയാർ അഞ്ചുരുളിയിൽ തുടങ്ങും. 1996 ഡിസംബർ 12-ന് മുമ്പ് വനഭൂമിയിൽ ഉണ്ടായിരുന്നവർക്ക് അവരുടെ ഭൂമി അവകാശങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അവസരം. നീലിമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് വന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വനമേഖലയിൽ റോഡിന്റേതായ ഭൂമി അളന്ന് തിരിച്ചിടണമെന്ന ആവശ്യത്തിന്മേൽ തുടർ നടപടികൾ ആരംഭിച്ചു. നിലവിൽ നടക്കുന്നത് റോഡിന്റെ വീതിക്ക് ശേഷം വരുന്ന റോഡിന്റേതായ ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്നതിനായുള്ള പ്രാഥമിക നടപടികൾ. മൂന്നാർ കൊളുക്കുമലയിലെ ടൂറിസത്തിന് മോട്ടോർ വാഹന വകുപ്പ് വെല്ലുവിളി ഉയർത്തുന്നതായി ആരോപണം. ഇതോടെ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്ന ഡ്രൈവർമാർ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. നിസാര കാരണങ്ങൾ നിർത്തി ജീപ്പ് ഡ്രൈവർമാരെ മോട്ടോർ വാഹന വകുപ്പ് ദ്രോഹിക്കുന്നതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. പൂപ്പാറയിൽ ചെമ്പാലയിൽ വീട്ടിൽ നിന്നും ഹാഷിഷ് ഓയിലും MDMA-യും കണ്ടെടുത്തു. ഹാഷിഷ് ഓയിൽ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിലും MDMA വീടിനുള്ളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. 10 മില്ലി വീതം കൊള്ളുന്ന 16 കുപ്പികളിലായാണ് ഹാഷിഷ് ഓയിൽ സൂക്ഷിച്ചിരുന്നത്. എറണാകുളം സ്വദേശികളായ യുവാക്കൾ ചേർന്ന വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നുമാണ് MDMA-യും ഹാഷിഷ് ഓയിലും കണ്ടെടുത്തത്. 4 ദിവസം മുൻപാണ് ഇവർ വീട് വാടകയ്ക്കെടുത്തത്. ആടുഫാം തുടങ്ങുന്നതിനായാണ് ഇവിടെ വന്നതെന്നായിരുന്നു യുവാക്കൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നാർക്കോട്ടിക് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് ഓയിലും MDMA-യും കണ്ടെടുത്തത്. വീടിനുള്ളിൽ മൊബൈൽ ചാർജറിലും വീട്ടിലെ വയറിംഗിലും ഒളിപ്പിച്ച നിലയിലാണ് MDMA കണ്ടെത്തിയത്. ഹാഷിഷ് ഓയിൽ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിലായിരുന്നു. 10 മില്ലി വീതം കൊള്ളുന്ന 16 കുപ്പികളിലായാണ് ഹാഷിഷ് ഓയിൽ സൂക്ഷിച്ചിരുന്നത്. കട്ടപ്പന പേഴുങ്കവലിയിലെ വിദേശ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപത്തു നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. മറ്റൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ബെവ്കോ ഔട്ട്ലെറ്റിന് സമീപത്തു നിന്ന് 100 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതായുള്ള പരാതി അന്വേഷിക്കാനെത്തിയതായിരുന്നു കട്ടപ്പന എക്സൈസ് സംഘം. ഇതിനിടെയാണ് റോഡ് പുറമ്പോക്കിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ചെടിക്ക് 100 സെന്റിമീറ്റർ ഉയരമുണ്ട്. ചെടി പിഴുതെടുത്ത് എക്സൈസ് ഓഫീസിലേക്ക് മാറ്റിയതായി എക്സൈസ് ഇൻസ്പെക്ടർ സെന്തിൽകുമാർ പറഞ്ഞു. ഞങ്ങള് കട്ടപ്പന എക്സൈസ് റേഞ്ച് പാർട്ടി ഈ കട്ടപ്പന KSDCയോട് അനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഒരു പരാതി അന്വേഷിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു സംശയാത്മകമായ രീതിയിൽ ഒരു ചെടി കണ്ടു. സംശയം കൊണ്ട് എന്താണെന്ന് നോക്കുമ്പോൾ കഞ്ചാവ് ചെടിയാണ്. അത് തനിയെ വളർന്നു വന്നാണ് മനസ്സിലായത്. NTPS നിയമപ്രകാരം കേസാക്കിയിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ സെന്തിൽകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ EM അബ്ദുൾ സലാം, KN രാജൻ, CEO പ്രിൻസ് എബ്രഹാം, വനിതാ CEO BG KJ എന്നിവരാണ് സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നത്. വനസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഭൂമി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി സ്വീകരിക്കൽ 14-ന് കാഞ്ചിയാർ അഞ്ചുരുളിയിൽ തുടങ്ങും. 1996 ഡിസംബർ 12-ന് മുമ്പ് വനഭൂമിയിൽ ഉണ്ടായിരുന്നവർക്ക് അവരുടെ ഭൂമി അവകാശങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അവസരമുണ്ട്. ജില്ലയിൽ ആയിരക്കണക്കിന് കർഷകർ നിയമത്തിന്റെ ആനുകൂല്യത്തിന് അർഹരാണെന്ന് കർഷക സംഘടനകൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വനനിയമത്തിലെ ഭേദഗതി പ്രകാരം 1996 ഡിസംബർ 12-ന് മുമ്പ് വനഭൂമിയിൽ ഉണ്ടായിരുന്ന കർഷകരും ആദിവാസികളും കച്ചവടക്കാരും അടക്കമുള്ളവർക്ക് അവരുടെ ഭൂമി അവകാശങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അവസരമുണ്ട്. ഇത്തരം വനേതര പ്രവർത്തനം നടത്തിയിരുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിക്കും നൽകുന്ന ആവശ്യത്തിനായി കേരളത്തിൽ ഒരു ഉന്നത അധികാര സമിതിയെ രൂപീകരിക്കുവാൻ കേന്ദ്ര വനം മന്ത്രാലയം ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ് 16-ന് 6-അംഗ സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടതായും ഭാരവാഹികൾ പറഞ്ഞു. 2023 കേന്ദ്ര വനസംരക്ഷണ നിയമം ഭേദഗതി വരുത്തി. ആ ഭേദഗതി പ്രകാരം 1996 ഡിസംബർ 12-ാം തീയതിക്ക് മുൻപ് വനഭൂമി വനേതര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വനം എന്നുള്ള ആ കാറ്റഗറിയിൽ നിന്നും അതിന് മാറ്റം വരും.
ഇത് സംബന്ധമായിട്ട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ അതാത് സംസ്ഥാന സർക്കാരുകൾ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് വനവും പ്രൈവറ്റ് പ്രോപ്പർട്ടിയും തമ്മിൽ ഇനം തിരിച്ച് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അപ്രകാരം കേന്ദ്ര സർക്കാരിന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് 16/5/2024 സംസ്ഥാന സർക്കാർ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ചെയർമാനായി ഒരു 6 അംഗ സമിതിയെ രൂപീകരിച്ചു. ഈ സമിതിയാണ് കേന്ദ്ര ഗവൺമെന്റിന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് വനഭൂമി ഏതാണെന്നും വനമായി അവകാശപ്പെടുന്ന ഭൂമി ഏതാണെന്നും കാറ്റഗറി തിരിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി നിയമിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്രകാരം ഒരു സമിതിയെ നിയമിച്ചിട്ടുള്ളതായി യാതൊരുവിധ പബ്ലിസിറ്റിയും നാളിതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. ഇടുക്കി ജലസംഭരണിയുടെ പരിസരങ്ങളിലുള്ള ഉപ്പുതറ, കാഞ്ചിയാർ, അറക്കുളം, ഉടുമ്പന്നൂർ, വാഴത്തോപ്പ്, കാമാക്ഷി പഞ്ചായത്തുകളിലും കട്ടപ്പന നഗരസഭയിലും താമസിക്കുന്ന ആയിരക്കണക്കിന് കർഷകർ നിയമത്തിന്റെ ആനുകൂല്യത്തിന് അർഹരാണ്. ഇവരുടെ ഭൂമി അവകാശങ്ങൾ സംബന്ധിച്ച രേഖകൾ വിവിധ വകുപ്പുകളിൽ നിന്ന് ശേഖരിച്ച് പരാതി നൽകുന്ന ജോലികളാണ് ഉടൻ ആരംഭിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹാജരാക്കിക്കൊണ്ട് അപേക്ഷ സമർപ്പിച്ചെന്നാൽ നിയമാനുസൃതം റിസർവ് ഫോറസ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ എല്ലാ അവകാശങ്ങളും അതോടുകൂടി അവസാനിക്കും. അത്ര നല്ല ഒരു നിയമം കർഷകർക്കും സാധാരണക്കാർക്കും കച്ചവടക്കാർക്കും ആദിവാസികൾക്കും എല്ലാം പ്രയോജനപ്പെടുന്ന ആ നിയമം നിലവിൽ വന്നിട്ടും അത് വേണ്ടത്ര രീതിയിൽ ഒരു പബ്ലിസിറ്റി കിട്ടാതെയും അല്ലെങ്കിൽ മറച്ചു വയ്ക്കപ്പെടുക എന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ കർഷക സംഘടനകളെല്ലാം കൂട്ടായിട്ട് ഇതിനു വേണ്ടിയിട്ട് രംഗത്തോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളിയിൽ വെച്ച് 14-ാം തീയതി രാവിലെ 11 മണിക്ക് ഒരു യോഗം, പട്ടയം ലഭ്യമാക്കാത്ത ആളുകളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നതിനും അവിടെ വെച്ച് അപേക്ഷ സ്വീകരിക്കുന്ന പരിപാടിയുടെ ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനം നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ഇടുക്കിയിലെ CHR പ്രദേശം ഉൾപ്പെടെയുള്ള ഹൈറേഞ്ചിലെ മേഖലകൾ ആനുകൂല്യത്തിന്റെ പരിധിയിൽ വരും. 14-ാം തീയതി രാവിലെ 11 മണിക്കാണ് പരിപാടി ആരംഭിക്കുക. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഷൈൻ കുമളി, ഷാജി വേലമ്പറമ്പിൽ, ജിമ്മിച്ചൻ ഇളംതുരുത്തിയിൽ, വിനിരാജ് മണിമലയിൽ, ഷാജി ചൂരക്കാട്ട്, ജോയിച്ചൻ കാടങ്കാവിൽ, ബിബിൻസ് കൊച്ചുചേനാട്ട്, ബാബു പുളിമൂട്ടിൽ, KP ഫിലിപ്പ്, കൃഷ്ണൻകുട്ടി, പ്രവീൺ എട്ടിയിൽ എന്നിവർ പങ്കെടുത്തു. നേര്യമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് വന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വനമേഖലയിൽ റോഡിന്റേതായ ഭൂമി അളന്ന് തിരിച്ചിടണമെന്ന ആവശ്യത്തിന്മേൽ തുടർ നടപടികൾ ആരംഭിച്ചു. നിലവിലെ റോഡിന്റെ വീതിക്ക് ശേഷം വരുന്ന റോഡിന്റേതായ ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്നതിനായുള്ള പ്രാഥമിക നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതിനായി ദേവികുളം താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ തുടരുകയാണ്. നേര്യമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. വനമേഖലയിലെ റോഡിന്റെ വിസ്താരവുമായി ബന്ധപ്പെട്ടായിരുന്നു കോടതി വിധി. വിധിയുടെ പശ്ചാത്തലത്തിൽ വനമേഖലയിൽ റോഡിന്റേതായ ഭൂമി അളന്ന് തിരിച്ചിടണമെന്ന ആവശ്യം ഉയർന്നു. ഈ ആവശ്യത്തിന്മേലാണിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. നിലവിലെ റോഡിന്റെ വീതിക്ക് ശേഷം വരുന്ന റോഡിന്റേതായ ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്നതിനായുള്ള പ്രാഥമിക നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതിനായി ദേവികുളം താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. അപ്പോൾ ഇവിടെ ഏകദേശം റോഡ് മീറ്റർ 30 മീറ്ററോളം അധികം റോഡ് പുറമ്പോക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ റീഫിക്സ് ചെയ്ത് അത് ഇവിടെ മുതൽ ഇന്ന് മുതൽ നടപടി തുടങ്ങുകയാണ്. ഏകദേശം കളക്ടറുടെയൊക്കെ നിർദ്ദേശമുണ്ട്, അതനുസരിച്ച് ഇന്ന് മുതൽ സർവേ നടപടി തുടങ്ങി. നിലവിൽ റോഡ് നവീകരണത്തിന് ശേഷം വരുന്ന റോഡിന്റേതായ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി വേർതിരിച്ചിടണമെന്നാണ് ആവശ്യം. താലൂക്ക് സർവേയർ പ്രതാപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, പ്രദേശവാസികൾ, മറ്റിതര സംഘടനാ ഭാരവാഹികൾ എന്നിവരുടെയെല്ലാം സാന്നിധ്യത്തിലാണ് വാളറ വടക്കേച്ചാൽ മുതൽ ഇതിനായി പ്രാരംഭ നടപടികൾ തുടങ്ങിയത്. ലഭ്യമാകുന്ന വിവരങ്ങൾ താലൂക്ക് സർവേയറുടെ സംഘം ജില്ലാ ഭരണകൂടത്തെ ധരിപ്പിക്കും. മൂന്നാർ കൊളുക്കുമലയിലെ ടൂറിസത്തിന് മോട്ടോർ വാഹന വകുപ്പ് വെല്ലുവിളി ഉയർത്തുന്നതായി ആരോപണം. ഇതോടെ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്ന ഡ്രൈവർമാർ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. നിസ്സാര കാരണങ്ങൾ നിരത്തി ജീപ്പ് ഡ്രൈവർമാരെ മോട്ടോർ വാഹന വകുപ്പ് ദ്രോഹിക്കുന്നതായാണ് പരാതി.
ഓരോ 3 മാസങ്ങൾ കൂടുമ്പോഴും ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയാണ് കൊളുക്കുമലയിലേക്ക് സഫാരി നടത്തുന്ന ജീപ്പുകൾക്ക് അനുമതി കൊടുക്കുന്നത്. എന്നാൽ ഈ പരിശോധനകൾ പരിഗണിക്കാതെ നിസ്സാര കാരണങ്ങൾ ചുമത്തി ജീപ്പ് സഫാരിയിൽ നിന്ന് 40-ലധികം വാഹനങ്ങൾ വിലക്കിയതായാണ് പരാതി. പരിശോധനയിൽ കണ്ടെത്തിയ ചെറിയ തകരാറുകൾ പരിഹരിക്കാൻ നിർദ്ദേശിക്കാതെ സഫാരിക്കുള്ള അനുമതി നിഷേധിക്കുകയാണുണ്ടായതെന്ന് ജീപ്പ് ഡ്രൈവർമാർ ആരോപിക്കുന്നു. എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഒരു 43 പേരെ നിർത്തിച്ചു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഈ കൊളുക്കുമല TTPC ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 5 വർഷമായിട്ടുണ്ട്. 5 വർഷം അന്ന് ഒരു SAP ഉണ്ടാക്കിയത് 2 വർഷം മേലിലുള്ളവർ ഓടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു നിയമം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ തിരക്കില്ലാത്ത സമയത്തിൽ ഈ നിയമം വരും, എന്ത് എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഓടിക്കാൻ പറ്റില്ല. തിരക്കാകുമ്പോൾ ഈ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും ഓടിക്കാം, ഒരു ചോദ്യം കാണില്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു 1.5 മാസമായിട്ട് ഇവിടെ കുറേ പേര് വീട്ടിലിരിക്കുക, അവർക്ക് വാൽവാധാരം ഇല്ല. കുറേ പേര് അച്ഛനില്ലാത്തവരുണ്ട്, അമ്മയില്ലാത്തവരുണ്ട്. ഞങ്ങളെല്ലാവരും എസ്റ്റേറ്റിൽ ജനിച്ചു വന്ന മക്കളാണ്. ആർക്കും ഇവിടെ കോടിക്കണക്കിന് സ്വത്തൊന്നും ആർക്കും ഇല്ല. ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ടാണ് ദിവസം കഞ്ഞി കുടിച്ച് പോണത്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് ആദ്യം പറഞ്ഞതുപോലെ ഈ 2 വർഷം ഉള്ളവർ ഓടിക്കണമെന്ന് പറഞ്ഞ് ആദ്യം നിയമമുണ്ട്, നിയമത്തിലുള്ള SOP എഴുതിയിട്ടുണ്ട്. ആ നിയമം നടപ്പിലാക്കി ഞങ്ങളെല്ലാവരും ജീവിതമാർഗം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് കാര്യം പറയുന്നു. 180-ലധികം ജീപ്പുകളാണ് കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്നത്. വിവിധ വകുപ്പുകളും ഡ്രൈവർമാരുടെ കൂട്ടായ്മയും ചേർന്ന് മുൻപെടുത്ത തീരുമാനങ്ങളിൽ പലതും ഡ്രൈവർമാരോട് കൂടിയാലോചിക്കാതെ പരിഷ്കരിച്ചതായും ആരോപണമുണ്ട്. 2 വർഷത്തെ ഡ്രൈവിംഗ് പരിചയം എന്നത് 5 വർഷമായി ഉയർത്തി. ഉടമസ്ഥനല്ലാതെ മറ്റാരും വാഹനം ഓടിക്കരുതെന്ന നിർദ്ദേശവും മുമ്പോട്ട് വെച്ചതായും ഡ്രൈവർമാർ പറയുന്നു. ഇതോടെ നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗവും പ്രതിസന്ധിയിലായി ഡ്രൈവർമാർ പറഞ്ഞു. ഞങ്ങൾ ഈ ചിക്കൻ മേടിക്ക് പോകുന്ന 3 മണിക്കൂർ 4 മണിക്കൂർ അവിടെ വെയിറ്റ് ആക്കണം. പിള്ളേർ പറയും 5 മണിയാകുമ്പോൾ പിള്ളേർ പറയും നാളെ വന്ന് പറയും. ഇവിടെ നിന്ന് ഞങ്ങൾ ഓടി എത്തുമ്പോൾ 1000 രൂപ ഡീസൽ ഒഴിക്കണം. പിന്നെ ഞങ്ങളുടെ ചിലവ് കാര്യം നിൽക്കും. പിറ്റേ ദിവസം പോകുമ്പോൾ അതുപോലെ വരിക. ഞങ്ങൾ കിട്ടുന്ന പൈസ 2000 രൂപ ഈ പൈസ കിട്ടിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ വല്ലപ്പോൾ അവിടെ ഏതെങ്കിലും ഇത് മറ്റേ വണ്ടിയുടെ വെച്ചിട്ട് പേർ പാർട്സ് ഏതെങ്കിലും ആകുകയാണെങ്കിലും അതിൻ്റെ ചിലവ് എട്ടിച്ച് ഇതാകും. ഇതിങ്ങനെ ഞങ്ങൾ നാളെ കൊളുക്കുമല കടത്തിയുള്ളെങ്കിൽ ഇത് ഭയങ്കര സത്തായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ചിന്നക്കനാലിലെ ടൂറിസം തകർക്കാനുള്ള മനഃപൂർവ്വമായ ഇടപെടലുകളുടെ തുടർച്ചയാണ് ഡ്രൈവർമാർക്ക് അനുമതി നിഷേധിക്കുന്നതെന്നാണ് പഞ്ചായത്തിന്റെ ആരോപണം. ആനയിറങ്കലിലെ ബോട്ടിംഗ് നിസ്സാര കാരണങ്ങളുടെ മറവിൽ നിരോധിച്ചു. കൊളുക്കുമല ടൂറിസത്തിനെതിരെയും ഗൂഢനീക്കം നടക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഓടരുതെന്ന് പറഞ്ഞ മുഴുവൻ ജീപ്പുകളും അടുത്ത ദിവസം മുതൽ സർവീസ് നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഫയൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം SOP തയ്യാറാക്കുന്നതിന് മുമ്പേ ആ ഫയൽ എഴുതിയേക്കുന്നത് 2 വർഷം എക്സ്പീരിയൻസ് മതി എന്നുള്ളവരാണ്. എങ്കിൽ നിലവിൽ ഇവരെല്ലാം ഇപ്പോഴീ വണ്ടി ഓടിച്ച് 2 വർഷമല്ല 5 വർഷം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ രീതിയിലും തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ഇവർ ഓടിച്ച് ഉപജീവനമാർഗ്ഗം നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വരുന്നത് കൊണ്ട് നിരന്തരം പഞ്ചായത്തിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഏതായാലും കമ്മിറ്റി കൂടുന്നവരെ ഇവർ നിരന്തരം ഓടിച്ച ഡ്രൈവർമാരെല്ലാം നാളെ മുതൽ വണ്ടി അങ്ങ് ഓടിച്ച് അവർ ഉപജീവനമാർഗ്ഗത്തിന് തടസ്സമില്ലാണ്ട് ഇവിടെയുള്ളവർ ജീവിക്കട്ടെ. മറ്റു മേഖലകളിൽ എന്തോ ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢ ഉദ്ദേശങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോട്ടിംഗ് വരെ നിർത്താനായിട്ട് മറ്റുള്ള ഡാമുകളെല്ലാം പരിശോധിച്ചു. റിസർവ് വനത്തിൽ ഇരിക്കുന്ന തേക്കടി പോലും ബോട്ടിംഗ് നടത്തുന്നുണ്ട്. നമ്മുടെ ചിന്നക്കനാൽ പഞ്ചായത്തിൽ ആ ബോട്ടിംഗ് ആദ്യം നിരോധിച്ചു കളഞ്ഞു. അതുപോലെ ആ ഏക ആശ്രയം ടൂറിസ്റ്റിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൊളുക്കുമല മാത്രമാണ്. ആ കൊളുക്കുമലയിൽ ഇപ്പം ഇങ്ങനെ ഡ്രൈവർമാർ പോകാൻ പാടില്ലാത്ത രീതിയിൽ നിരന്തരം തടസ്സമുണ്ടാക്കി. എങ്കിൽ ഇതുവരെ ഒന്ന് ശ്രദ്ധപ്പെടേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ അപകടങ്ങളുണ്ടായി ഒരു മരണപ്പെടുകയോ മറ്റാരും യാതൊരുവിധ പരിക്കുകൾ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഡ്രൈവർമാരെല്ലാം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരിങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണ് എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നാളെ മുതൽ ഇനി അടുത്ത കമ്മിറ്റി കൂടുന്നവരെ അടുത്ത കമ്മിറ്റിയിൽ തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ അതുവരെ ഓടിക്കൊണ്ടിരുന്നവരെല്ലാം ഓടട്ടെ എന്ന് തന്നെയാണ് പഞ്ചായത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മോട്ടോർ വാഹന വകുപ്പിന്റെ നിലവിലെ നടപടികൾ പിൻവലിക്കുകയും ഡ്രൈവർമാരും വിവിധ വകുപ്പുകളും ചേർന്നുള്ള അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഡ്രൈവർമാരുടെ തീരുമാനം. മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലാണ് 2 വാഹനങ്ങളിൽ സഞ്ചാരികൾ സാഹസിക യാത്ര നടത്തിയത്. ഡോറിലിരുന്ന കുട്ടി യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. നിയമലംഘനങ്ങൾ തുടരെ പിടികൂടിയിട്ടും നടപടി കടുപ്പിച്ചിട്ടും മൂന്നാർ മേഖലയിൽ വാഹനങ്ങളിൽ നടക്കുന്ന അപകടയാത്രയ്ക്ക് അറുതിയില്ല. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലായിരുന്നു സംഭവം. കാറിന്റെ ഡോറിൽ കുട്ടിയെ ഇരുത്തിയുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലായിരുന്നു സഞ്ചാരികളുടെ സാഹസിക യാത്ര.
പിന്നാലെ എത്തിയ വാഹനയാത്രികരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഗ്യാപ് റോഡിന് പുറമെ മാട്ടുപ്പെട്ടി പാതയിലും സഞ്ചാരികളുടെ സാഹസിക യാത്ര പതിവ് കാഴ്ചയായിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധന നടത്തുന്നുണ്ടെങ്കിലും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് മുൻകൂട്ടി നിർദ്ദേശം നൽകാൻ സാധിക്കാത്തതാണ് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ തുടർക്കഥയാകാൻ കാരണം. കാട് കയറാതെ പടയപ്പ. മൂന്നാർ അരുവിക്കാട്ടിലെത്തിയ കാട്ടുകൊമ്പൻ തൊഴിലാളി കുടുംബങ്ങളുടെ വാഴകൃഷി നശിപ്പിച്ചു. മഴ പെയ്ത് വനത്തിൽ തീറ്റ ലഭ്യമായിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാത്തതിൽ ആശങ്ക ഉയരുകയാണ്. കുണ്ടള ചെണ്ടുവാര മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടുകൊമ്പൻ പടയപ്പ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട്. ഇതിനുശേഷമാണിപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പടയപ്പ അരുവിക്കാട് മേഖലയിൽ എത്തിയത്. കാട്ടാന തൊഴിലാളി കുടുംബങ്ങളുടെ വാഴകൃഷി നശിപ്പിച്ചു. തൊഴിലാളി ലയങ്ങൾക്കരികിൽ നിന്നിരുന്ന വാഴകളാണ് നശിപ്പിച്ചത്. മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാത്തതിൽ ആശങ്ക ഉയരുകയാണ്. മാട്ടുപ്പെട്ടി, കന്നിമല, കല്ലാർ മേഖലകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന പടയപ്പ മെയ് അവസാനത്തോടെ മറിയൂർ മേഖലയിലേക്ക് പിൻവാങ്ങിയിരുന്നു. ഇതിനുശേഷം വീണ്ടും കാട്ടാന മൂന്നാറിലേക്ക് തിരികെ എത്തുകയായിരുന്നു. നേരത്തെ പടയപ്പ തീറ്റ തേടി കല്ലാറിലെ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സ്ഥിരമായി എത്തിയിരുന്നു. ഇവിടെ നിന്ന് ആന പച്ചക്കറി മാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് തിന്നുന്നതായും വാർത്തകൾ പ്രചരിച്ചിരുന്നു. മഴക്കാലം ആരംഭിച്ചതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകടങ്ങളും വർദ്ധിക്കുന്നു. അമിത വേഗതയും അശ്രദ്ധമായ ഓവർടേക്കിങ്ങുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 2 അപകടങ്ങളാണ് അടിമാലി മേഖലയിൽ നടന്നത്. അമിത വേഗതയും അശ്രദ്ധമായ ഓവർടേക്കിങ്ങുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. ഇത്തരത്തിൽ അടിമാലി മേഖലയിൽ 2 ഇടങ്ങളിലാണ് വാഹനാപകടങ്ങൾ സംഭവിച്ചത്. കൂമ്പൻപാറ പള്ളിക്ക് സമീപവും ചാറ്റുപാറയ്ക്ക് സമീപവുമായിരുന്നു അപകടങ്ങൾ. മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് കൂമ്പൻപാറയിൽ അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടമായ കാർ പാതയോരത്തെ വീട്ടുമുറ്റത്തേക്ക് മറിയുകയായിരുന്നു. വീടിന്റെ മതിലും വാഹനമിടിച്ച് തകർന്നതായി വീട്ടുടമ പറഞ്ഞു. ഞങ്ങൾ ഈ സൗണ്ട് കേട്ടാണ് ഓടി വന്നത്. അതിന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആ സമയത്ത് പിള്ളേരാരും വെളിയോട്ടിറങ്ങി, കൊച്ചി സാധാരണ ഇറങ്ങി വരേണ്ടതാണ്. ആ സമയത്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പം അതിലുള്ളതുകൊണ്ടാണ് ഇത്രയും അവിടെ ഒഴിവായത്. ഇല്ലായിരുന്നെങ്കിൽ വീടും തകർന്നുകൊണ്ട് അപ്പുറത്തോട്ട് പോയാലേ. 4 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ചെറിയ പരിക്കുകളോടെ വാഹനയാത്രികർ രക്ഷപ്പെട്ടു. ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ചാറ്റുപാറയ്ക്ക് സമീപം അപകടം സംഭവിച്ചത്. 2 വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്ക് പരിക്ക് സംഭവിച്ചു. ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന പാറക്കടവിൽ ഓട നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ മെറ്റൽ കയറ്റി വന്ന ടോറസ് ലോറി കുടുങ്ങി. പുലർച്ചെയാണ് ലോറി കുടുങ്ങിയത്. ഓട നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് നാട്ടുകാർ മുൻപ് പ്രതിഷേധിച്ചിരുന്നു. കട്ടപ്പന നഗരസഭയിലെ 13, 14 വാർഡുകളുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പാറക്കടവ് അപ്പാപ്പൻപടി റോഡിലാണ് ഓട നിർമ്മിക്കുന്നതിനായി എടുത്ത ശേഷം മണ്ണിട്ട് മൂടിയ കുഴിയിൽ ടോറസ് ലോറി കുടുങ്ങിയത്. ഇതേ റോഡിൽ നടക്കുന്ന കോൺക്രീറ്റിംഗ് ജോലിക്ക് മെറ്റൽ കയറ്റി വരുന്നതിനിടയിലാണ് ലോറി ചെളിയിൽ താഴ്ന്നത്. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ JCB ഉപയോഗിച്ചാണ് വാഹനം കയറ്റിയത്. മഞ്ഞ ഇവിടെ നല്ല മഞ്ഞുമായിരുന്നു, അന്നേരം ഒന്നും കാണത്തില്ല. അപ്പോൾ അവിടെ കുത്താൻ വേണ്ടി വന്നതാണ്. അവിടെ കുത്തിയപ്പോൾ അവിടെ വേറെ ലോഡുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിർത്തിയിട്ട് നോക്കി അവിടെ പോയി നോക്കിയിട്ടൊന്നും കയറി ഇരുന്ന് പോയി വണ്ടി. ഇവിടെ നേരത്തെ ഓടയായിരുന്നു, അങ്ങനെ ഇരുന്ന് പോയി അവിടെ വണ്ടി. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കട്ടപ്പന നഗരസഭ പാറക്കടവിൽ റോഡിന്റെ തുടക്കഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം സംരക്ഷിക്കുന്ന രീതിയിൽ റോഡ് ഇടിച്ച് ഓട നിർമ്മിക്കുവാൻ തുടങ്ങിയത്. നാട്ടുകാർ ഇതിനെതിരെ പ്രതിഷേധിച്ചതോടെ നിർമ്മാണം നിർത്തി. പിന്നീട് ഇതേ റോഡിന്റെ മറ്റൊരു ഭാഗത്ത് കുഴിയെടുത്ത് ഇവിടെ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്ന് ഓടമൂടി എഞ്ചിനീയർ തടി തപ്പി. പിന്നാലെ മഴയും കനത്തതോടെ ഈ ഭാഗം ചെളിക്കുണ്ടായി മാറുകയായിരുന്നു. ഇത് ആദ്യം ഇവിടെ ഓട മാന്തി, അത് കഴിഞ്ഞ് വണ്ടികളെല്ലാം വന്ന് ഇതിൻ്റെ അത് ആടാറായപ്പോഴേന് അപ്പറേ ഒരു ഓട മാന്തി അവിടുന്ന് കുറേ മണ്ണ് കൊണ്ടുപോയിട്ട് ഇത് നികത്തി. അപ്പോൾ ഇത് പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാർക്ക് ഇത് ഓട മാന്തി തന്നോ ഒന്നും അറിയത്തില്ല. അവർ വണ്ടി സൈഡ് ഒതുക്കുന്ന ഈ ഇടയ്ക്ക് 1-2 വണ്ടികൾ, ഈ ലോഡും വണ്ടി ഇതിലെ ടൈലും ഒക്കെ ആയിട്ട് വരുന്ന വണ്ടികൾ ഈ സൈഡിലേക്ക് ഒതുക്കി ഓടയ്ക്കാതെ ഇതുപോലെ ഈ കാണുന്ന പോലെ വലിച്ചു കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2 മുകളിലും ഇപ്പോൾ ഇതേപോലെ അവസ്ഥ തന്നെയാണ്. അവിടെ ഒരു സൈഡ് തീർത്ത് ഓട മാന്തി ഒരു വണ്ടി സൈഡ് കൊടുക്കുകയാണ്, ചിലപ്പോൾ ഓടയ്ക്കാത്ത പോകുന്നൊരു സാഹചര്യമാണ്. മണ്ണിട്ട് നികത്തിയതിനാൽ വലിയ കുഴിയാണെന്നറിയാതെ പല വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്ത് ചെളിയിൽ അകപ്പെടാറുണ്ട്. ടോറസ് ലോറിക്ക് പുറമെ മറ്റൊരു വാഹനവും ഇവിടെ കുടുങ്ങിയിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെയാണ് വാഹനങ്ങൾ കുഴിയിൽ നിന്നും കയറ്റിയത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കിടെ ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്തരം അശാസ്ത്രീയ നിർമ്മാണത്തിൽ പ്രദേശവാസികൾക്കിടയിൽ അമർഷവുമുണ്ട്. വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ റിസോർട്ടിലെ ജോലിക്കിടയിൽ യുവാവ് മരിച്ചു 4 വർഷങ്ങൾ പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതിയുമായി കുടുംബം. വള്ളക്കടവ് 8-ാം നമ്പർ നിവാസി മുത്തുകുമാറാണ് സ്വകാര്യ റിസോർട്ടിലെ ജോലിക്കിടെ വീണ് മരിച്ചത്.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംശയം തോന്നി പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിച്ചു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് 8-ാം നമ്പർ സ്വദേശി മുത്തുകുമാറാണ് 4 വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ റിസോർട്ടിൽ ജോലിക്കിടെ മരിച്ചത്. സംഭവത്തിന് ശേഷം 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുടുംബത്തിന് നൽകാമെന്ന് പറഞ്ഞ നഷ്ടപരിഹാര തുക ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നാണ് കുടുംബാംഗങ്ങളുടെ പരാതി. കൂലിപ്പണിക്കാരനായ മുത്തുകുമാർ 1.5 മാസത്തോളമാണ് സ്വകാര്യ റിസോർട്ടിൽ ജോലിക്ക് പോയത്. ചെറുക്കൻ പണിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നതാണ്. അപ്പോൾ അവർ 3 പ്രാവശ്യം ഫോൺ വിളിച്ച് 4ാമത്തെ പ്രാവശ്യം കുഞ്ഞുമോന്ന് പറഞ്ഞ ഒരു സൂപ്രസറാണ് വന്ന് വിളിച്ചുകൊണ്ട് പോയത്. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പോഴാണ് ചെറുക്കൻ താഴെ വീണ് ഇച്ചിരി തലയിൽ വെട്ടിയിട്ടുണ്ട്, ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. വേറെ ഒരാൾ ഫോൺ വിളിച്ചപ്പോൾ എന്നെ കരയുന്നത്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കട്ടപ്പണയ്ക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ 2 മണിക്കാണ് ചെറുക്കനെ കാണുമ്പോൾ എന്നെ കാണാൻ കൂടെ അകത്തെ വിട്ടില്ല. വണ്ടിയിലെ കയറ്റുമ്പോഴാണ് ഞാൻ കണ്ടത്. അപകടത്തെ തുടർന്ന് പരിക്കേറ്റ മുത്തുകുമാറിനെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മധുരയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. ഞങ്ങൾ ആശുപത്രി അന്ന വീണെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഞാൻ പണിക്ക് പോയിരിക്കുമായിരുന്നു. അന്നേരം 4:30 ആകുമ്പോൾ ഞങ്ങൾ അണ്ണൻ വീണെന്നും പറഞ്ഞ് തലയിൽ അടിച്ചൊരു അടിയാ വരാൻ പറഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ അണ്ണൻ വീണിട്ട് ഞങ്ങൾ പോയി ആശുപത്രി കട്ടപ്പന ആശുപത്രി കൊണ്ട് ഞങ്ങളെ കാണിച്ചിട്ടില്ല. ഞങ്ങൾ രാത്രി ആകുമ്പോൾ കട്ടപ്പന ആശുപത്രി പോയത്. മധുര ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അണ്ണനെ കാണുന്നത് വെളുപ്പിൽ 2 മണിക്ക് ഞങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് അന്നേരം നോക്കുമ്പോൾ ഒത്തിരി നല്ല പരിക്ക് ഒത്തിരി അന്നേരം ഉണ്ട്. ഞങ്ങളെ കാണിച്ചിട്ടില്ല. ഒത്തിരി അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായത് ഒത്തിരി അടിപെട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊന്നെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഞാൻ കാര്യം. അന്നേരം അതൊന്നുമില്ല എല്ലാവരും പറഞ്ഞ്. അത് കഴിഞ്ഞ് ആശുപത്രി പോയപ്പോൾ അവിടെ കൊണ്ടുപോകുന്ന രീതി തന്നെയായിരുന്നു. മധുരാശുപത്രി പോയപ്പോൾ വെളുപ്പിന് ശനിയാഴ്ച ഞങ്ങൾ മരിച്ചെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തോന്നിയ സംശയത്തിൽ കുടുംബാംഗങ്ങൾ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ റിസോർട്ട് മാനേജ്മെന്റ് കേസിന് പോവണ്ടെന്നാണ് അറിയിച്ചത്. மறைச்சப்போ இது செத்த இறந்தப்போ சொன்னாங்க நஷ்டம் இருந்தாலும் முதலாளி வரட்டும் நாங்கள் விசாரிச்சுட்டு தாரம் நீங்கள் கேஸ் ஒன்றும் உங்களுக்கு வேண்டாம், நான் முதலாளி வந்தோடனே கேட்டுட்டு பைசா தான் உங்களுக்கு தாரம்னு சொன்னாங்க. இன்ன வரை ஒன்றும் தரல. മുൻകൈയെടുത്ത് പയ്യന്മാരെല്ലാം ചേർന്ന് മുൻകൈയെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പയ്യന്മാരെല്ലാം പാർട്ടി ഒന്നൊക്കെ എല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. കേസിനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ലാസ്റ്റ് ഒന്നും കിട്ടിയില്ല. ഞാനും എൻ്റെ പിള്ളേരും ഞങ്ങൾ 5 പേരും ഇഷ്ടട്ടും പണിക്ക് പോകുന്നത് ശമ്പളമായിട്ട് കറക്റ്റ് കിട്ടത്തില്ല. ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വള്ളക്കടവ് 8-ാം നമ്പർ സ്ട്രീറ്റിൽ ആഴ്ചക്കൂലി ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായ മുത്തുകുമാറിന്റെ മരണത്തോടെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവർ. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് ലഭ്യമാകേണ്ട നഷ്ടപരിഹാര തുക ലഭ്യമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കട്ടപ്പന നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം ശില്പശാല നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളത്തിൽ സംസ്ഥാന, ജില്ലാ, നഗരസഭാതല നേട്ടങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹരിതകർമ്മസേന പ്രവർത്തനങ്ങളുടെ രീതികൾ തുടങ്ങിയവയാണ് ശില്പശാലയിൽ ചർച്ച ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരമധ്യത്തിൽ ക്ലീനിങ് നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. പക്ഷെ കണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ നഗരസഭ ഒരുപാട് മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഏരിയയിൽ. അതുപോലെ തന്നെയാണ് സിറ്റി മാനേജർ ഉൾപ്പെടെ എല്ലാവരും അവരാലാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നഗരസഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട്. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലീലാമ ബേബി, സിബി പാർപ്പായിൽ, മനോജ് മുരളി, ഐബി മോൾ രാജൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലേഖ, സെക്രട്ടറി ആർ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, കുടുംബശ്രീ, ഹരിതകർമ്മസേന, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഉപ്പതറ ടൗൺ കുരുമുളക് സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർക്ക് കുരുമുളക് തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ കുരുമുളക് തൈകളുടെ വിതരണം നടത്തി. ഉപ്പതറ കൃഷിഭവന്റെ കീഴിലുള്ള ടൗൺ കുരുമുളക് സമിതിയുടെ നേതൃത്വത്തിലാണ് കർഷകർക്ക് വിവിധ ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകൾ വിതരണം ചെയ്തത്. പഞ്ചായത്തിലെ 4 വാർഡുകളിലായി തിരഞ്ഞെടുത്ത കർഷകർക്കാണ് കുരുമുളക് തൈകൾ നൽകിയത്. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകർ ആശ്രയിക്കുന്ന ഒരു വിളയാണ് കുരുമുളക് എന്നുള്ളത്. അതിൽ നിന്ന് ഒട്ടനവധിയായിട്ടുള്ള ആളുകൾ ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.
ഇപ്പം പലപ്പോഴായിട്ടുന്ന രോഗങ്ങളും കീടങ്ങളൊക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ നമുക്ക് പരിമിതമായിട്ടുള്ള ആളുകൾക്ക് മാത്രം ആണ് ഈ പ്രാവശ്യം നമുക്ക് കുരുമുളക് പൊടി കൊടുക്കാനായിട്ട് ഉള്ളത്. ഇപ്പം 4 വാർഡ് ചേർന്നതാണ് ഉപ്പുതറ കുരുമുളക് സമിതി. അത്തരത്തിൽ 20ഓളം വരുന്ന ആളുകൾക്ക് മാത്രമാണ് നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇനിയും നമുക്ക് വരും വർഷങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് തുടർന്ന നാളുകളിലൊക്കെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് കർഷകർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലോട്ട് ഇത്തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തേക്കൊമ്പേൽ, സാബു വേങ്ങവേലി, സിനി ജോസഫ്, കുരുമുളക് സമിതി പ്രസിഡന്റ് ബിജു ചെമ്പ്ളാവൻ, ഭാരവാഹികളായ VM വിശ്വംഭരൻ, ബോബിൻ പ്ലാത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി കട്ടപ്പനയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. സമഗ്ര ശിക്ഷ കേരള, കട്ടപ്പന BRC എന്നിവയുടെ നേതൃത്വത്തിലാണ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കട്ടപ്പന BRCയുടെ കീഴിലെ 71 സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാണ് സേവനം ലഭ്യമാക്കിയത്. ക്യാമ്പിൽ പങ്കെടുത്ത അർഹരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഗ്രാന്റുകളും ഉപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, ശ്രവണ വൈകല്യമുള്ള കുട്ടികൾ, ചലന വൈകല്യമുള്ള കുട്ടികൾ എന്നിവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. BRC പരിധിയിലെ 71 സ്കൂളുകളിലെ കുട്ടികളുടെ ബുദ്ധിപരമായും ചലനപരമായും ശ്രവണപരമായിട്ടുള്ള വൈകല്യങ്ങൾ കണ്ടെത്തി അവർക്ക് വിവിധ തരത്തിലുള്ള ഗ്രാൻറ്റുകൾ ലഭ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ പരിമിതികൾ മറികടക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുമാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പീഡിയാട്രീഷ്യൻ ഡോക്ടർ സൂസൻ എബ്രഹാം, സൈക്കോളജിസ്റ്റ് ശേഷ അബ്ദു എന്നിവർ ക്യാമ്പുകൾ നയിച്ചു. BRC ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ KR ഷാജി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ PT ഷാൻഡി, സൗമ്യ രവീന്ദ്രൻ, ഷൈമ മാത്യു എന്നിവർ നേതൃത്വം നൽകി. എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ജയ്മാത LP സ്കൂളിന് സൗണ്ട് സിസ്റ്റം വാങ്ങി നൽകി. സ്കൂൾ മാനേജർ ഫാദർ തോമസ് വട്ടമല പരിപാടി ഉദ്ഘാടനം ചെയ്തു. എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിന്റെ 2024-25 വർഷത്തെ സേവന പദ്ധതിയുടെ ഭാഗമായാണ് സൗണ്ട് സിസ്റ്റം നൽകിയത്. സ്കൂളിന് സൗണ്ട് സിസ്റ്റം വേണമെന്ന നാളുകളായുള്ള ആവശ്യമാണ് ഇതോടെ സഫലമായത്. 2 ബോക്സ്, ആംപ്ലിഫയർ, മൈക്ക് തുടങ്ങി സൗണ്ട് സിസ്റ്റത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇവർ വാങ്ങി നൽകി. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മൈക്ക് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് കുട്ടികൾ കുറവാണെങ്കിലും ഭാവിയിൽ കുട്ടികളൊക്കെ ആകുമ്പോൾ മാത്രം കുട്ടികൾ കുറവാണെങ്കിലും കുട്ടികൾക്ക് മൈക്കിലൂടെയൊക്കെ ഒന്ന് സംസാരിക്കാനൊരു അവസരം അത് വളരെ ആവശ്യം. അവരുടെ വ്യക്തിത്വത്തെ വളർത്തുന്നൊരു കാര്യമാണ്. ഒരു മൈക്ക് കിട്ടുമ്പോൾ അതിലൂടെ എങ്ങനെ സംസാരിക്കണം, ഈ മൈക്ക് കാണുമ്പോൾ പേടി തോന്നും. അതൊക്കെ മാറാനായിട്ട് ഒരു മൈക്കൊക്കെ ആവശ്യമാണ്. അപ്പോൾ അത് ഇവരെ ഈ ക്ലബ്ബുകാർ തരാമെന്ന് പറഞ്ഞത് നമുക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിൽ ഇവർ കാണിക്കുന്ന വലിയ താല്പര്യത്തിന് നമുക്കെല്ലാവർക്കും നന്ദിയുള്ളവരാണ്. മുൻ വർഷങ്ങളിലും സ്പൈസ് വാലി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടത്തിവരുന്നുണ്ട്. ക്ലബിന്റെ നിയുക്ത പ്രസിഡന്റ് റാണ ബെന്നറ്റ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആൻസി ജോസഫ്, ഡിസ്ട്രിക്ട് ചെയർമാൻ യൂനസ് സിദ്ദിഖ്, അസിസ്റ്റന്റ് ഗവർണർ ബിജു മുരിക്കാശ്ശേരി, സ്പൈസ് വാലി റോട്ടറി ക്ലബ് സെക്രട്ടറി ജോൺസൺ പള്ളിയാടിൽ, ട്രഷറർ റജി ഏറമ്പടം, ബൈജു നെടുമറ്റം, സിനോജ് കല്ലുപുര, ജിനു പുളിക്കൽ എന്നിവർ സംസാരിച്ചു. ഉപ്പുതറ കൊച്ചുകരിന്തിരി ഏലപ്പാറ റോഡിലേക്ക് വളർന്നു നിന്നിരുന്ന കാടുപടലങ്ങൾ ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങൾ വെട്ടിനീക്കി. ഉപ്പുതറയിലെ CIT ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനിലെ ഡ്രൈവർമാരാണ് സേവന പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയത്. 100 കണക്കിന് ആളുകൾ ദിവസവും സഞ്ചരിക്കുന്ന ഉപ്പുതറ കരിന്തിരി ഏലപ്പാറ റൂട്ടിലാണ് അപകടക്കെണിയൊരുക്കി കാടുപടലങ്ങൾ റോഡിലേക്ക് വളർന്നു നിന്നിരുന്നത്. നിരവധി തവണ പ്രദേശവാസികളും ഓട്ടോ ഡ്രൈവർമാരും അധികൃതരോട് കാടുപടലങ്ങൾ വെട്ടി ഗതാഗതം സുഗമമാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് ഉപ്പുതറയിലെ CIT ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാടുപടലങ്ങൾ വെട്ടിനീക്കിയത്. ഏലപ്പാറ കൊച്ചേരിന്തിരി ഉപ്പുതറ റോഡാണിത്. ഈ റോഡിൽ 2 സൈഡും കൂടെ ഈ കാട് കയറി നിന്നിട്ട് ഈ കഴിഞ്ഞിടയിൽ വെച്ച് 3 അപകടങ്ങളാണ് ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇത് വേണ്ടപ്പെട്ട രീതിക്കുള്ള അധികാരികൾ ഇതിനുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സംയുക്തമായിട്ട് CIT ഓട്ടോ ടാക്സി പാല ജംഗ്ഷൻ ഓട്ടോക്കാർ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം ഫുള്ള് വെട്ടി തീരുമില്ല, എന്നാലും ഈ അപകടം കൂടുതലുള്ള ആ മേഖല നോക്കി ഞങ്ങൾ വെട്ടിന്ന് തീർക്കാനുള്ള നടപടിയിലാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള ആ വെട്ടാനുള്ള കാടും ബാക്കിയുള്ള ഈ അപകടങ്ങൾ ഉള്ള ആ ഏരിയയും വേണ്ടപ്പെട്ട അധികാരികൾ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഓട്ടോ ടാക്സി മുഖാന്തരം ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ദിവസത്തെ വേതനം ഒഴിവാക്കിയാണ് തൊഴിലാളികൾ സേവന സന്നദ്ധരായി രംഗത്തെത്തിയത്.
റോഡിന്റെ ബാക്കിയുള്ള ഭാഗത്തെ കാടുപടലങ്ങൾ അടിയന്തരമായി വെട്ടിനീക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. കട്ടപ്പനയാറ്റിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നുവെന്ന് പരാതി. പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിലാണ് രാത്രിയുടെ മറവിൽ വിവാഹ പാർട്ടിയുടെ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ളവ തള്ളിയത്. കട്ടപ്പന പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിലാണ് രാത്രിയുടെ മറവിൽ വൻ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വിവാഹ പാർട്ടിയുടെ മാലിന്യങ്ങൾ ആറ്റിലേക്ക് തള്ളിയത്. തെരുവുനായ്ക്കൾ ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചിഴച്ചതോടെയാണ് സംഭവം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 10ഓളം ചാക്കുകളിലായിരുന്നു മാലിന്യം തള്ളിയത്. കട്ടപ്പനയാറ് മലിനമാക്കുന്ന സംഭവം കഴിഞ്ഞ കുറേയേറെ നാളുകളായി വളരെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുക. നാട്ടിലെ എല്ലാ ആളുകളുടെയും വേസ്റ്റ് തള്ളാനുള്ള ഒരു പൊതുസ്ഥലമായി കട്ടപ്പനയാറിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ ദുഃഖകരമായ കാര്യമാണ്. മഴക്കാലം വന്നു തുടങ്ങുമ്പോൾ പലപ്പോഴും വാർത്ത ചെയ്തിട്ടുള്ളതാണ്. മഴക്കാലം വന്നു തുടങ്ങുമ്പോൾ കക്കൂസ് മാലിന്യങ്ങൾ എത്ര തവണയാണ് ഈ ആറ്റിലേക്ക് ഒഴുക്കിവിടുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയാത്തതുപോലെ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു മഴക്കാലത്തൊരു ഘട്ടം കഴിയുന്ന ആദ്യത്തെ ഒരു 1-2 ആഴ്ച കാലത്തേക്ക് കക്കൂസ് മാലിന്യങ്ങളുടെ പ്രളയമാണെങ്കിൽ പിന്നീട് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വിവാഹ പാർട്ടികളുടെയും അല്ലാതെയുമുള്ള വലിയ പരിപാടികൾ നടത്തുന്ന ആളുകളുടെയും ഒക്കെ വേസ്റ്റ് ആറ്റിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോൾ തന്നെ ഇന്ന് ഏതോ ഒരു കല്യാണ പാർട്ടിയുടെ ആരെയാണെന്ന് നമുക്കറിയില്ല, 7-8 ചാക്ക് വേസ്റ്റാണ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു തള്ളിയിട്ടുള്ളത്. കുറേ ആറ്റിലേക്ക് വെള്ളത്തിലേക്ക് വീണതൊക്കെ ഒഴുകിപ്പോയി, ബാക്കിയുള്ളത് ഇവിടെ ശേഷിക്കുകയാണ്. തീർച്ചയായും മുനിസിപ്പൽ അധികാരികൾ വളരെ അടിയന്തരമായി ഇക്കാര്യത്തിനകത്ത് ഫലപ്രദമായ നടപടി, കുറ്റവാളികളെ കണ്ടെത്തുകയും കർശനമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യത്തക്ക നിലയിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ കാര്യത്തിനകത്ത് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണം എന്നതാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ. താഴേക്ക് താമസിക്കുന്നത് അങ്ങ് താഴെ മുഴുവൻ ആളുകൾ അനുഭവിക്കുന്നതാണ്. ഇടുക്കി ഡാം വരെ താമസിക്കുന്ന, വഴിയോരത്ത് താമസിക്കുന്ന, അല്ലെ ആറ്റ് തീരത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. വിവരം നഗരസഭയെ അറിയിച്ചതനുസരിച്ച് ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മാലിന്യം തള്ളിയവരെ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഓഡിറ്റോറിയം നടത്തിപ്പുകാർക്കും വിവാഹം നടത്തിയവർക്കും കേറ്ററിംഗ് സർവീസ് ഉടമയ്ക്കും നഗരസഭ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകുമെന്ന് അറിയിച്ചു. JHI അനുപ്രിയ, ബിബിൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ മാരിഗോൾഡ് കൃഷിക്ക് തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ നീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ, സെക്രട്ടറി ശ്രീകുമാർ, കൃഷി ഓഫീസർ ബിജു, കൊന്നത്തടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സദാശിവൻ, സെക്രട്ടറി അനീഷ്, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കരുതലിനായി കൈകോർത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുന്നതിനു വേണ്ടി തങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി എക്സ്റ്റൻഷൻ ബോർഡുകൾ സ്വയം നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. മുൻപ് LED ബൾബുകളും LED സ്റ്റാറുകളും നിർമ്മിച്ച് ലഭിച്ച തുക നിരാലംബർക്ക് നൽകി വിദ്യാർത്ഥികൾ മാതൃകയായിരുന്നു. തൊഴിലധിഷ്ഠിത പഠനത്തിലൂടെ തങ്ങൾ സ്വായത്തമാക്കിയ അറിവുകൾ സ്കൂൾ ലാബിൽ വെച്ചു തന്നെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുകയാണ് അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ. സ്കൂളിലെ ഇലക്ട്രീഷ്യൻ, ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ 2ാം വർഷ വിദ്യാർത്ഥികളാണ് 4 തരത്തിലുള്ള എക്സ്റ്റൻഷൻ ബോർഡുകൾ സ്വയം നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. എല്ലാവിധ സുരക്ഷാ നിർദ്ദേശങ്ങളും ഉറപ്പാക്കി വിപണി വിലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്കാണ് ഇവർ ബോർഡുകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത്. എന്റെ പേര് അമീന സെയ്ദ്. ഞാൻ അടിമാലി SNDP VHC സ്കൂളിലെ EDS സെക്കൻഡ് ഇയർ ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ ഈ വർഷത്തിൽ ലാബ് വർക്ക് തുടങ്ങിയിരിക്കുന്നത് എക്സ്റ്റൻഷൻ ബോർഡ് നിർമ്മാണത്തിലൂടെയാണ്. ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് 4 തരത്തിലുള്ള ഞങ്ങൾ എക്സ്റ്റൻഷൻ ബോർഡുകൾ നിർമ്മിക്കുന്നുണ്ട്. അധ്യാപകരുടെ സഹായത്തോടു കൂടി സെയിലിംഗും പർച്ചേസിംഗും ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത്. മുൻ വർഷങ്ങളിൽ LED ലൈറ്റുകളും സ്റ്റാറുകളും നിർമ്മിച്ച് വിൽപ്പന നടത്തി ലഭിച്ച തുകയിൽ നിന്നും ഇവർ നടത്തിയ സ്വാന്തന പ്രവർത്തനങ്ങൾ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു.
അംഗീകാരങ്ങളും വിദ്യാർത്ഥികളെ തേടിയെത്തി. എക്സ്റ്റൻഷൻ ബോർഡുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുന്നത് മുതൽ ഇത് വിപണിയിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതുവരെ ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പമുണ്ട്. ഹലോ സാർ, ഇത് ഞങ്ങൾ SNDP VHSC ADS ബാച്ചുകാര് ഉണ്ടാക്കിയ എക്സ്റ്റൻഷൻ ബോർഡാണ്. ഇത് മാർക്കറ്റിൽ മിതമായ 300 രൂപ കുറവിനാണ് കിട്ടണത്. ഈ പ്രോഡക്റ്റുകളെല്ലാം മാർക്കറ്റ് വിലയേക്കാൾ താഴ്ത്തിയാണ് ഞങ്ങൾ നൽകുന്നതെങ്കിലും ഇതിലൂടെ സ്കൂളിന് ചെറിയൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. അതിന്റെ ചെറിയൊരു വീതം കുട്ടികൾക്ക് തന്നെയാണ് ഞങ്ങൾ കൈമാറുന്നത്. അതിലൂടെ കുട്ടികൾക്ക് ചെറിയൊരു പോക്കറ്റ് മണിയും സ്കൂളിന് ലഭിക്കുന്ന വരുമാനത്തിലൂടെ ഞങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങളുമാണ് നടത്തി വരുന്നത്. 300 രൂപ മുതൽ 600 രൂപ വരെയാണ് എക്സ്റ്റൻഷൻ ബോർഡുകളുടെ വിലകൾ. കൂടാതെ 1 വർഷം ഗ്യാരണ്ടിയും നൽകുന്നു. വിലക്കുറവും ഗുണമേന്മയുമുള്ള എക്സ്റ്റൻഷൻ ബോർഡുകൾക്ക് വിപണിയിൽ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ MS അജയ്, അധ്യാപകരായ നിതിൽ രാജ് PS, രാജീവ് PG, അജയ് B, അശ്വതി KS എന്നിവരും ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ വിദ്യാർത്ഥികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 131, വിൽപ്പനയ്ക്ക് വന്നത് 28,842, വിൽപ്പന നടന്നത് 28,324. കൂടിയ വില 2,697, ശരാശരി വില 2,324. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 670 രൂപ, ഏലം കൂടിയ വില 2200, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പൂ 975, കുക്കം 140, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6710 രൂപ, വെള്ളി 94. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പൂപ്പാറ ചെമ്പാലയിൽ വീട്ടിൽ നിന്നും ഹാഷിഷ് ഓയിലും MDMAയും കണ്ടെടുത്തു. ഹാഷിഷ് ഓയിൽ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിലും MDA വീടിനുള്ളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഹാഷിഷ് ഓയിൽ സൂക്ഷിച്ചിരുന്നത് 10 മില്ലി വീതം കൊള്ളുന്ന 16 കുപ്പികളിലായി. വനസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം വനം വകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഭൂമി ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി സ്വീകരിക്കൽ 14-ന് കാഞ്ചിയാർ അഞ്ചുരുളിയിൽ തുടങ്ങും. 1996 ഡിസംബർ 12-ന് മുമ്പ് വനഭൂമിയിൽ ഉണ്ടായിരുന്നവർക്ക് അവരുടെ ഭൂമി അവകാശങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അവസരം. നീലിമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് വന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വനമേഖലയിൽ റോഡിന്റേതായ ഭൂമി അളന്ന് തിരിച്ചിടണമെന്ന ആവശ്യത്തിന്മേൽ തുടർ നടപടികൾ ആരംഭിച്ചു. നിലവിൽ നടക്കുന്നത് റോഡിന്റെ വീതിക്ക് ശേഷം വരുന്ന റോഡിന്റേതായ ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്നതിനായുള്ള പ്രാഥമിക നടപടികൾ. മൂന്നാർ കൊളുക്കുമലയിലെ ടൂറിസത്തിന് മോട്ടോർ വാഹന വകുപ്പ് വെല്ലുവിളി ഉയർത്തുന്നതായി ആരോപണം. ഇതോടെ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്ന ഡ്രൈവർമാർ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. നിസാര കാരണങ്ങൾ നിർത്തി ജീപ്പ് ഡ്രൈവർമാരെ മോട്ടോർ വാഹന വകുപ്പ് ദ്രോഹിക്കുന്നതായി പരാതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.